ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മഗ് സ്പാർക്ക്. ഇന്ന് നമ്മൾ ഡി സി മോട്ടോറിന്റെ പാർട്ട് 3 വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അറിയാം, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡെയിലി നോട്ട്സും അതുപോലെ തന്നെ മോഡൽ എക്സാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടെലഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡി സി മോട്ടോറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമുക്ക് പറയാനുള്ളത് സീരീസ് മോട്ടോറിന്റെ കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷണ്ട് മോട്ടോറിൻ്റെതാണ്. ഓക്കെ, ഷണ്ട് മോട്ടോറിന്റെ ഒരു ഡയറക്ഷൻ ഫിഗർ നോക്കൂ. ഇവിടെ ആ ഫിഗറിൽ നോക്കാം, ആർമേച്ചറും ഷണ്ട് ഫീൽഡും എന്താണ്, പാരലൽ ആണ് അല്ലെ. പാരലൽ ആകുമ്പോൾ എത്രയാണോ നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ്, അത് വോൾട്ടേജ് ഓൾവേസ് എല്ലാ സമയത്തും ഈ ഒരു ഷണ്ട് ഫീൽഡിന്റെ അക്രോസ് ഉള്ളത് കൊണ്ട് തന്നെ ഷണ്ട് ഫ്ലക്സ്, അതായത് ഷണ്ട് ഫീൽഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മറിയാം, നമ്മൾ ഫസ്റ്റ് പഠിക്കാവുന്നത് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണ്, ടോർക്ക് വി എസ് ഐ എ ആണ്. അപ്പൊ ടോർക്കും ഐ എയും തമ്മിലുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്, ടോർക്ക് ടി ജി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഫൈ ഇൻറ്റു ഐ എ. അതായത് നമ്മൾ ഫൈയും ഐ എയും വാല്യൂ ചെയ്യുന്നുണ്ട്. ഇതില് നമ്മൾ സീരീസ് മോട്ടോർ ഡിസ്കസ് ചെയ്തത്. ഇവിടെ എന്താണ്, ഫൈ കോൺസ്റ്റന്റ് ആണ്. കാരണം ഇവിടെ കോൺസ്റ്റന്റ് സപ്ലൈ ഓൾമോസ്റ്റ് ഓൾവേസ് എന്തിന് ലഭിക്കുന്നുണ്ട്, ഫീൽഡിന് ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, നമുക്ക് ഇതിൽ രണ്ട് ടേംസ് എന്തായി മാറും, കോൺസ്റ്റന്റ് ആയി മാറും. ഈ ഫസ്റ്റ് രണ്ട് ടേംസ് കെയും ഫൈയും കോൺസ്റ്റന്റ് ആയി മാറുമ്പോൾ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയും. നിങ്ങൾക്കറിയാം, എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്ന് പറഞ്ഞാൽ എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അതായത് ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ഗ്രാഫ് വരിക. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ ടി എ കാണുന്നുണ്ട്, ടി എസ് എച്ച് കാണുന്നുണ്ട്. ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് ടോർക്കാണ്. നിങ്ങൾക്കറിയാം, ആർമേച്ചർ, അതായത് ആർമേച്ചർ ഷാഫ്റ്റിലേക്ക് ടോർക്ക് വയറി ചെയ്യുന്ന നേരം ആ ഒരു ഫ്രിക്ഷനും വിൻഡേ ലോസ് കാരണം ഫ്രിക്ഷനും വിൻഡേ ലോസ് കാരണം നമ്മൾ ഈ ടോർക്കിന്റെ വാല്യൂ കുറച്ച് കുറയും. ആ ഒരു കുറവുള്ളത് കൊണ്ടാണ്, ആർമേച്ചർ കറണ്ടിന്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പൊ ഷാഫ്റ്റ് ടോർക്ക് കുറച്ച് ഒറിജിൻ മാറിയിട്ടായിരിക്കും ഉണ്ടാകുക, പക്ഷെ ആക്ച്വൽ ഐഡിയൽ കണ്ടീഷനിൽ ഈ ഒരു ഗ്രാഫ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് ആയി നമ്മൾ പറയാനുള്ളത്, ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോർക്ക് വി എസ് ഐ എ ആണ്. ഓക്കെ, രണ്ടാമത്തത് ഫ്ലക്സ് ഇസ് എ കോൺസ്റ്റന്റ് ആണ് അല്ലെ. ബട്ട് എന്താ പറയുന്നത്, ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. എന്തിന്റെ, ഹെവി ലോഡ് കണ്ടീഷനിൽ ആർമേച്ചർ റിയാക്ഷൻ കാരണം ചെറിയൊരു ഫ്ലക്സിന്റെ ഡിക്രീസിങ് വരുന്നുണ്ട്, ചെറിയ വാല്യൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്ത പോയിന്റ്, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആർമേച്ചർ കറണ്ട് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. അപ്പം ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അടുത്തതാണ് ഇലക്ട്രോ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആണ് സ്പീഡ് വി എസ് ഐ എ. നിങ്ങൾക്കറിയാം, സ്പീഡും ഫൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് നോക്കി കഴിഞ്ഞാൽ എന്താണ്, സ്പീഡ് വി എസ് ഐ ആണ്. നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ ബി ബൈ കെ ഇൻറ്റു ഫൈ ആണ് അല്ലെ. ഇ ബി എന്ന് പറഞ്ഞാൽ വി മൈനസ് ഐ എ ആർ എ കെ ഇൻറ്റു ഫൈ ആണ് വരിക. നിങ്ങൾക്കറിയാം, ഇ ബി എന്ന് പറഞ്ഞാൽ, അതായത് വി മൈനസ് ഐ എ ആർ എ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്താണ്, കോൺസ്റ്റന്റ് ആണ് പറയുന്നത്. അപ്പോൾ സ്പീഡ് ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ്. ഇ ബി എന്ന് പറഞ്ഞാൽ വി മൈനസ് ഐ എ ആർ എ എന്താണ്, ഓൾവേസ് നമ്മൾ ഒരു ലോഡ്, പെർട്ടിക്കുലർ ലോഡ് കണ്ടീഷനിൽ കോൺസ്റ്റന്റ് ആണ്. പിന്നെ സംഭവിക്കുന്ന ചെറിയ ലോഡ് വേരിയേഷൻ സംഭവിക്കുന്ന നേരം എന്താ സംഭവിക്കുക, ഈ ചെറിയ ലോഡ് വേരിയേഷൻ സംഭവിക്കുന്ന നേരം നമ്മളെ ഏത് കുറയുന്നുണ്ട്, ഇ ബി എന്നുള്ളത് ഫൈ ഫ്ലക്സ് ഓൾറെഡി കുറയുന്നുണ്ട്. ഫ്ലക്സ് കുറയുന്ന സമയത്ത് ഇ ബി ഓൾവേസ് എന്താ, കുറച്ച് വാല്യൂ കുറയും. ഓക്കെ, ലോഡ് കണ്ടീഷനിലാണ് പറയുന്നത്. അപ്പൊ ചെറിയ ലോഡ് വേരിയേഷനിൽ ഇ ബി കുറയുന്നത് കൊണ്ട് ചെറിയൊരു ഗ്രാഫിന് ചെറിയൊരു സ്ലോപ്പ് നമുക്ക് കാണാം, ഈ ഒരു ലോസ് കൊണ്ട് ഉണ്ടാകുന്നത്. നോർമൽ കണ്ടീഷനിൽ എൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇ ബി ബൈ ഫൈ ആണ്. ഫൈ നിങ്ങൾക്ക് അറിയാം, നേരത്തെ കോൺസ്റ്റന്റ് ആണ് പഠിച്ചിട്ടുണ്ട്. ബാക്ക് ഇ എം എഫും കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ലോഡ് വേരിയ ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കും, ഫ്ലക്സ് കുറയുന്ന ചെറിയൊരു വേരിയേഷൻ നമ്മൾ സ്ട്രൈറ്റിൽ വരും. അപ്പോൾ നമ്മൾ ഡി സി ഷണ്ട് മോട്ടോറിനെ കുറിച്ച് എന്താ പറയുന്നത്, ഈസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ എന്നാ പറയുന്നത് നോർമൽ കണ്ടീഷനിൽ അല്ലെ. ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഓൾവേസ് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ എന്നാണ് ഡി സി മോട്ടോർ നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, ജനറലി സ്പീഡ് ഡിക്രീസ് ഓൺലി 5 to 15% ഓഫ് ദ ഫുൾ ലോഡ്. ഒരു 5 മുതൽ 15% എന്ത് ചെയ്യുന്നത്, നോർമൽ കണ്ടീഷൻ ഡിക്രീസ് വരുന്നത്. എ ഷണ്ട് മോട്ടോർ ക്യാൻ ബി അസ്യൂംഡ് ആസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ. അപ്പൊ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഷണ്ട് മോട്ടോറിന്റെ ഇലക്ട്രോ മെക്കാനിക്, അതായത് സ്പീഡ് വി എസ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്പീഡ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചു വെക്കാം. മൂന്നാമത്തേത് എന്താണ് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാ പറയുന്നത്. സ്പീഡ് വി എസ് ടി എ എന്ന് പറയുന്നത്, അതായത് ടോർക്കും സ്പീഡും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. നമുക്കറിയാം, ടോർക്ക് കൂടുന്നതനുസരിച്ച് എന്താ, ടോർക്ക് എങ്ങനെയാണ് കൂടുക, ടോർക്ക് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആർമേച്ചർ കറണ്ട്, അതായത് ഐ എ കൂടും അല്ലെ. ടോർക്ക് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് കൊടുക്കുന്ന നേരം അത് കൂടുതൽ കറണ്ട് എന്ത് ചെയ്യും, സർക്യൂട്ടിലേക്ക് എടുക്കും. സർക്യൂട്ടിലേക്ക് കൂടുതൽ കറണ്ട് എടുക്കുന്ന എന്താ സംഭവിക്കുക, ഈ ഐ എ ആർ എ ഡ്രോപ്പ് കൂടൂലേ. അപ്പൊ ഈ ഒരു വാല്യൂ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, വി മൈനസ് ഐ എ ആർ എ വാല്യൂ എന്ത് ചെയ്യും, കുറയും അല്ലെ. ഐ എ ആർ എ വാല്യൂ വി മൈനസ് ഐ എ വാല്യൂ എന്ത് ചെയ്യും, കുറയും. അങ്ങനെ വരുന്ന സംഭവിക്കുന്നത് ഇ ബി ഓൾവേസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കുറയും. അപ്പൊ എന്ത് ചെയ്യും, ബാക്ക്
ബാക്ക് EMF കുറയും. അപ്പൊ എന്ത് ചെയ്യും, സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB/kP ആകും, സ്പീഡ് ഓൾവേസ് എന്ത് ചെയ്യും, കുറയും. ഒരു ഇന്റർ റിലേറ്റഡ് കണക്ഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സ്പീഡ് VS ടോർക്ക് എന്ന ഗ്രാഫും അതുപോലെ തന്നെ സ്പീഡ് VS ആർമേച്ചർ കറണ്ട് എന്ന ഗ്രാഫ് ഓൾവേസ് എന്താണ് സെയിം വരിക, ഒരു സ്ലോപ്പിലാണ് വരിക. ഓക്കെ, ഓൾവേസ് അതിന്റെ ഷേപ്പ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ആ രീതിയിൽ എന്ത് ചെയ്യുക, ഗ്രാഫ് പഠിച്ചു വെക്കുക. ഗ്രാഫ് എന്ന് നിങ്ങൾക്ക് SSC എക്സാം വിളിച്ചിട്ടുണ്ട്, JEE വിളിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഗ്രാഫ് വെച്ചിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് അതിൽ വരികയാണ്. ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് ഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യാൻ ഈസിയാണ് എക്സാമിന്. അപ്പോൾ ഓഫ്ലൈൻ പോലല്ല, കേരള PSC പോലല്ല, ഓൺലൈനിലെ എക്സാമുകൾക്ക് ഈസിയാണ്. ഗ്രാഫ് ആഡ് ചെയ്യും, ഗ്രാഫ് ആഡ് ചെയ്തിട്ട് ചോദിക്കും ഇത് ഏത് മോട്ടോറിന്റെ കർവാണ്, ഏത് മോട്ടോറിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് ചോദിക്കും. അപ്പൊ പഠിച്ചു വെക്കുക, ഗ്രാഫിന്റെ ഷേപ്പ് പഠിച്ചു വെക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കോമ്പൗണ്ട് മോട്ടോർ ആണ്. കോമ്പൗണ്ട് മോട്ടോറിന്റെ രണ്ട് തരം നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ രണ്ടെണ്ണം? ഒന്ന് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ഉണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ഉണ്ട്. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഫ്ലക്സിലെ രണ്ട് ഫ്ലക്സിൽ D1 to D2, E1 to E2, അതായത് ഫ്ലക്സിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. രണ്ടിന്റെ ഫ്ലക്സ് എന്താണ് വരുന്നത്? 5-1. ഇതിലുണ്ടാകുന്ന ഇത് ആദ്യത്തിൽ ഉണ്ടാകുന്നത് സീരീസിൽ 5-1 ആണെങ്കിൽ ഇതിന്റെ അക്രോസ് കറണ്ട് പാസ് ചെയ്യുന്ന 5-2 ആണെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും വരിക? 5-1 + 5-2 എന്നുള്ള കണ്ടീഷൻ ആണ് എന്ത് ചെയ്യുക വരിക. ഇതിൽ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആഡിങ് എന്ന് പറയുന്നത്. ഇത് ലോങ് ഷണ്ട് ആണ്, ഷോർട്ട് ഷണ്ടിൽ ഇങ്ങനെ വരും. രണ്ടും ഫ്ലക്സിലൂടെയുള്ള കറണ്ട് അതിലൂടെ ഫീൽഡിലൂടെ പാസ് ചെയ്യുന്ന നേരം അതിന്റെ ടോട്ടൽ സമ്മാണ് നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പം അതാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ പറയാം, അറ്റ് ദിസ് മോട്ടോർ ബോത്ത് ഷണ്ട് ആൻഡ് സീരീസ് ഫീൽഡ് ആസ് ദ കമ്പൈൻ വിയർ ഓൺ ദ ഷണ്ട് ആൻഡ് സീരീസ്. അപ്പോൾ നമുക്കറിയാം ഷണ്ട് ഉണ്ട്, സീരീസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതിന്റെ കമ്പൈൻഡ് ആയിരിക്കും. അപ്പൊ അതിന്റെ മിഡിലായിരിക്കും ഒക്കെ എന്ത് വരിക, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരിക. അടുത്ത പോയിന്റ്, ഡിപ്പെൻഡിങ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫ്ലക്സസ് ഡ്യൂ ടു ദീസ് ടു ഫീൽഡ് ഇഫ് ദ സീരീസ് ആംബിയർ ടേൺ. ഈ ഒരു പോയിന്റ് ആണ് വായിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇഫ് ദ സീരീസ് ആംബിയർ ടേൺ ആർ മോർ predominant than the shunt ampere turn at full load, then it has a higher starting torque and the shunt motor. എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സീരീസ് ഫീൽഡ് ഉണ്ട്, ഷണ്ട് ഫീൽഡ് ഉണ്ട്. ഏതിന്റെ ആണ് മോസ്റ്റ് പ്രിഡോമിനന്റ് ആയിട്ടുള്ള ആംബിയർ ടേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ ഒരു മോട്ടോറിന്റെ. അപ്പോൾ സീരീസ് ടേൺസ് ആണ് കൂടുതൽ പ്രിഡോമിനന്റ് എങ്കിൽ ആ ഒരു മോട്ടോറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് കൂടുതൽ കാണിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ അത് സീരീസ് ആണ്, അതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഷണ്ടിന്റെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓൾമോസ്റ്റ് കുറച്ച് കുറവായിരിക്കും. ആ ഒരു രീതിയിലാണ് കാണിക്കുക. ഏതിനാണ് പ്രിഡോമിനന്റ് ആയിട്ട് ആംബിയർ ടേൺ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുക. അടുത്ത പോയിന്റ് നോക്കി, ഇഫ് ദ ഷണ്ട് മോട്ടോർ ആംബിയർ ടേൺ മോർ predominant than the series ampere turn at full load, the motor act almost like shunt motor but its speed drops a little more than shunt motor. അപ്പൊ സീരീസ് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ഷണ്ട് മോട്ടോറിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ്, അതേ സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല, പക്ഷെ കുറച്ചൊരു സ്പീഡ് കുറയുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാ പറയുന്നത്. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് ടോർക്ക് VS IA. നമുക്കറിയാം ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ടോർക്ക് VS IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ടിന്റെ നിങ്ങൾക്ക് കാണാൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫാ കണ്ടത്, നമ്മൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സീരീസിന്റെ നമ്മൾ ഇങ്ങനെ IA സ്ക്വയറിലില്ല കണ്ടത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും മിഡിലായിട്ടാണ് ഏത് വരുന്നത്? കോമ്പൗണ്ടിന്റെ, അതായത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിന്റെ വരുന്നത്. ശ്രദ്ധിക്കണം, ക്യുമുലേറ്റീവും ഡിഫറൻഷ്യലും ഡിഫറെന്റ് ആണ്. രണ്ട് കോമ്പൗണ്ട് മോഡൽ ഡിഫറൻഷ്യൽ ഉണ്ട്, ക്യുമുലേറ്റീവ് ഉണ്ട്, രണ്ടും ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ രണ്ടിന്റെ കമ്പൈൻഡ് എഫക്റ്റ് ആയിരുന്നു അതിന്റെ സെന്ററിലൂടെയാണ് അതിന്റെ ഗ്രാഫ് വരുന്നത്. രണ്ട് വേർഡ്സുകൾ ഒന്ന് നോക്കുക. അപ് ടു ഫുൾ ലോഡ് ദ ടോർക്ക് ഡെവലപ്പ് ഇൻ എ ക്യുമുലേറ്റീവ് മോട്ടോർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഷണ്ട് മോട്ടോർ ബട്ട് മോർ ദാൻ ദ സീരീസ് മോട്ടോർ. അങ്ങനെ ഫുൾ ലോഡ് വരെ ടോർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്തിന്റെയും സീരീസ് ലെസ് ദാൻ ഷണ്ട് സീരീസ് മോട്ടോറിന്റെയും കൂടുതലും ഷണ്ട് മോട്ടോറിന്റെയും കുറവായിരിക്കും എന്നാ പറയുന്നത്. ഹൗവർ ദ ടൈം ഓഫ് ദ സ്റ്റാർട്ടിംഗ് കറന്റ് ഈസ് 1.5 times of the full load current and hence the cumulative compound motor produce high torque which better than that of shunt motor. അപ്പൊ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷണ്ട് മോട്ടോറിന്റെയും സീരീസ് മോട്ടറിന്റെയും ഇടക്കാണ് വരിക. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെയും ഷണ്ട് മോട്ടറിന്റെയും കൂടുതലും സീരീസ് മോട്ടറിന്റെയും താഴെയായിട്ട് എന്ത് വരിക? സ്റ്റാർട്ടിംഗ് ടോർക്ക് വരിക. അപ്പൊ ഇത്രയും ഇതൊന്നും തിയറി ഒന്നും ഞാൻ പഠിച്ചണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇത് വീഡിയോ കാണുമ്പോൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇടയിൽ മാത്രം നോട്ട് ചെയ്തേക്കുക. പക്ഷേ ഗ്രാഫിന്റെ ഷേപ്പ് ചോദിക്കുക, നോക്കാം ഗ്രാഫിന്റെ ഷേപ്പ് ക്യുമുലേറ്റീവില് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഒന്ന് ചെയ്യാം, ഒന്ന് പഠിച്ചൊന്ന് വരച്ചു വെക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ വീഡിയോ മൊത്തമായിട്ട് ഒന്ന് പഠിച്ച് ജസ്റ്റ് വായിച്ച് കണ്ടുപോരുത്. ഒരു ചെറിയ പേപ്പർ അതിൽ നോട്ട് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് അല്ലെ ഗ്രാഫ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന്റെ ടൈമിന്റെ തലേ ദിവസം 2 ദിവസം മുമ്പ് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പൊ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യും?
പെട്ടെന്ന് തന്നെ ഒരു ഗവൺമെന്റ് ജോലി നിങ്ങളെ ലക്ഷ്യമായ ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ചെറിയ ചെറിയ നോട്ട്സുകൾ എന്താക്കി വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡീപ്പായിട്ട് എഴുതി വെക്കുക. ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ ബോറടിക്കാത്ത രീതിയിൽ വായിച്ചു നോക്കാൻ പറ്റുന്ന ചെറിയ നോട്ട്സുകളായിട്ട് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ജസ്റ്റ് കണ്ടുപോയിട്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ നമുക്ക് ഓർമ്മ കിട്ടില്ല, ഓപ്ഷൻ വരുന്ന കൺഫ്യൂഷൻ വരും. തീർച്ചയാണ് ഒബ്ജക്റ്റീവ് എക്സാമിന്റെ പ്രശ്നം അതാണ്, കൺഫ്യൂഷൻ ആണ് പ്രശ്നം. നമ്മൾ പല എക്സാമിനും ക്വസ്റ്റ്യൻസ് തെറ്റിക്കാറ് നിന്നുകൊണ്ട് കൺഫ്യൂഷൻ കൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ, ചെറിയ നോട്ട്സുകൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം തീർച്ചയായും കിട്ടും. അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം, സ്പീഡ് വി എസ് ലോഡ് ക്യാരക്ടറിക്സ് എന്ന് പറയുന്നത്. സ്പീഡ് വി എസ് ലോഡ് ക്യാരക്ടറിക്സ് നോക്കൂ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ളത് ഗ്രാഫ് നോക്കൂ, സീരീസ് ഫീൽഡിൽ. നിങ്ങൾക്ക് ആ സീരീസ് ഫീൽഡിന്റെ ഇൻഫിനിറ്റി ആണ് നോ ലോഡിൽ അല്ലെ. പക്ഷെ ഷണ്ടിന്റെ നോക്കൂ, അതിന്റെ നേരെ താഴെയുള്ളത് ഷണ്ടിന്റെ ഓൾമോസ്റ്റ് സെയിം സ്പീഡ് കോൺസ്റ്റന്റ് പറയുന്നത്. പക്ഷെ അതിന്റെ രണ്ടിന്റെ നടുക്കാണ് എന്ത് വരുന്നത്, ക്യൂമുലേറ്റീവിന്റെ വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീറോ ലോഡിൽ, അതായത് ആർമേച്ചർ കറണ്ട് സീറോ ആകുമ്പോൾ ഇതിന് ഇൻഫിനിറ്റി സ്പീഡ്, അതായത് സീരീസ് ലോഡ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല. ഇതില് നമ്മളെ ക്യൂമുലേറ്റീവ് കോമ്പൗണ്ടിൽ വരുന്നത്. അപ്പൊ സീരീസിൽ നിങ്ങൾക്ക് അറിയാം ലോഡ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഫിനിറ്റി സ്പീഡ്, ഗ്രാഫ് ഉണ്ടല്ലേ മുകളോട്ട് പോകുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ലോഡ് ഇല്ലാതെ കണ്ടീഷനിൽ നമുക്ക് സ്പീഡ് കിട്ടും, ഒരു പർട്ടിക്കുലർ സ്പീഡ് കിട്ടും. ഇതില് ക്യൂമുലേറ്റീവിലാണെങ്കിൽ. ഓക്കെ, അപ്പൊ അത്രയാണ് പറയുന്നത്. അത്രയും തിയറിക്കൽ എന്ന ദ സ്പീഡ് ഓഫ് ദിസ് മോട്ടർ ഫാൾസ് മോർ ദാൻ ദ ഷണ്ട് മോട്ടർ ബട്ട് ഫാൾസ് ലെസ് ദാൻ ദ സീരീസ് മോട്ടർ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ഒരു രണ്ടാം ഞാൻ പറഞ്ഞാണ്, സീറോ ലോഡിലും ചെറിയ സ്പീഡ് ഇൻഫിനിറ്റി സ്പീഡ് അല്ല എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ടു ഇൻക്രീസ് ദ ഡ്രോപ്പ് ഇൻ സ്പീഡ് അറ്റ് ലോഡ് ഈസ് ഡ്യൂ ടു ദ കമ്പൈൻഡ് ഡ്രോപ്പ് വോൾട്ടേജ് ഡ്യൂ ടു ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ്. അപ്പോൾ വോൾട്ടേജ് സ്പീഡിന്റെ ഡ്രോപ്പ് എന്ത് കണ്ട് കാരണം, സ്പീഡ് കുറയാൻ കാരണം വോൾട്ടേജ് ഡ്രോപ്പ് ടു ദ ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് ആണ്. അപ്പൊ ഷേപ്പ് മനസ്സിലാക്കിയില്ല, അതിന്റെ രണ്ടിന്റെയും ഇടക്കാണ് വരിക. മൂന്നാമതാണ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താ പറയുന്നത്, മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സ്പീഡ് ടോർക്ക് എന്ന് പറയുന്നത്. ഇതിൽ പറയാനുള്ളത് അറ്റ് ദ ടോട്ടൽ ഫ്ലക്സ് ഓഫ് ദ മോട്ടർ ഇൻക്രീസസ് വിത്ത് ലോഡ്. നിങ്ങൾക്കറിയാം സീരീസ് ഫീൽഡ്, അതായത് 5SC എന്ന് പറഞ്ഞ ലോഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, സീരീസ് ഫീൽഡ് ഓൾറെഡി കൂടും അല്ലെ. ഷണ്ടും ഫീൽഡ് എന്തായിരിക്കും, ഓൾവേസ് ലോഡ് എത്തിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എന്താ പറയുന്നത്, ഫ്ലക്സ് സ്പീഡ്, ഇത് ടോട്ടൽ ഫ്ലക്സ് കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുന്നത്, സ്പീഡ് എന്ത് ചെയ്യുന്നത്, കുറയുന്ന പറയുന്നത് അല്ലെ. സ്പീഡ് ഡിക്രീസസ് ബട്ട് ടോർക്ക് ഇൻക്രീസസ്. സ്പീഡ് ഡിക്രീസസ് ബട്ട് ടോർക്ക് ഇൻക്രീസസ് എന്നാ പറയുന്നത്. അപ്പം ലോഡ് കൂടുന്നതനുസരിച്ച്, നമ്മൾ മോട്ടറിന്റെ ലോഡ് കൂടുന്നതനുസരിച്ച് സ്പീഡ് കുറയും. കാരണം വെച്ചാൽ N ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 5 നമ്മൾ പറയും. N ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/5. അപ്പൊ ഫ്ലക്സ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, സ്പീഡ് എന്ത് ചെയ്യും, കുറയും. പക്ഷെ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ, ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5 × I അല്ല. അപ്പൊ ഫ്ലക്സ് കൂടുന്നതനുസരിച്ച് ടോർക്ക് കൂടും. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ സ്പീഡ് ലോഡ് കൂടുന്നതനുസരിച്ച് സ്പീഡ് ഇങ്ങനെ കുറയും, ലോഡ് ടോർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അത് നമുക്ക് പറയാനുള്ളത് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ആണ്. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ക്യാരക്ടറിസ്റ്റിക് ഇത്രേ പറയാനുള്ളൂ. ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിന്റെ സർക്യൂട്ട് നോക്കാം. ഇതിലൂടെ E1 to E2 ആണ്, പക്ഷേ ഇതിലെ ഡയറക്ഷൻ വരുന്നത് D2 to D1 ആണ്. അപ്പൊ എന്താ സംഭവിക്കുക, രണ്ടിന്റെയും ഇത് 5-1 ആണെങ്കിൽ ഫസ്റ്റത്തെ 5-1 ഉം രണ്ടാമത്തത് 5-2 ആണെങ്കിൽ നമ്മളത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 5-1 - 5-2 എന്നുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. നമ്മളൊരു ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ സാധാരണ രീതിയിൽ ആപ്ലിക്കേഷൻ വരാത്തതാണ്. എന്നാലും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മൾ സീരീസ് ഫീൽഡ് ലോഡിലൂടെ നമ്മൾ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തന്നെ സീരീസ് വൈൻഡിങ് കൂടെ കറണ്ട് പാസ് ചെയ്യും അല്ലെ. കറണ്ട് പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഷണ്ടിൽ നിങ്ങൾക്കറിയാം ഒരു വോൾട്ടേജ് ബിൽഡപ്പിന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അല്ലെ. ഷണ്ടിലെ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതിന്റെ മാക്സിമത്തിൽ എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനിൽ സീരീസിന്റെ എഫക്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക. കാരണം വെച്ചാൽ ഷണ്ടിലെ 5-2 എന്നുള്ളത് എന്ത് ചെയ്യണം, അത് എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഷണ്ടിന്റെ ഫ്ലക്സ് അതിന്റെ മാക്സിമത്തിൽ എത്തിപ്പെടാൻ ചെയ്യും, കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പം ഈ സീരീസ് മാത്രമാണെങ്കിൽ എന്താ പ്രശ്നം വരുന്നത്, സീരീസ് ഫീൽഡ് മാത്രമാണെങ്കിൽ എന്താ പറഞ്ഞത്, നമ്മൾ നേരെ സീരീസ് മോട്ടോറിൽ പറഞ്ഞിട്ടുണ്ട്, നോ ലോഡ് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, സീരീസ് ഫീൽഡിന്റെ എഫക്റ്റ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് റോങ് വേയിൽ, അതായത് ജമ്പ് ചെയ്യാനൊക്കെ ഒരു മോട്ടോർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മോട്ടറിൽ ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, സീരീസ് ഫീൽഡിന്, അതായത് നമ്മൾ ഈ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഡയറക്റ്റ് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെ കട്ട് ചെയ്തിട്ട് പാസ് ചെയ്യും.
സ്റ്റാർട്ടിങ് കണ്ടീഷൻ ഉണ്ടോ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലോഡ് എത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം റിമൂവ് ചെയ്തിട്ട് കറണ്ട് ഫീൽഡിലൂടെ പാസ് ചെയ്യും തുടങ്ങുന്നത്. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്കെ, അങ്ങനെ ആവുമ്പോൾ സംഭവിക്കുക വേറൊരു പ്രശ്നമല്ല. നമ്മളിപ്പോ രണ്ടിന്റെയും ടോട്ടൽ എഫക്റ്റ് ആണെങ്കിൽ, ടോട്ടൽ എഫക്റ്റ് എന്നാൽ 5-1 - 5-2 ആണ് അല്ലെ. നമ്മൾ നോക്കൂ, ഈ 5-1 വരുന്നുണ്ട്, പിന്നെ ലോഡ് കണ്ടീഷനിൽ 5-2 വരുന്നുണ്ട്. ഇതിന് രണ്ടിന്റെ എഫക്റ്റ് എന്നാൽ ചില സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലക്സ് ടോട്ടലിന്റെ ഈ ക്യാൻസൽ ചെയ്തിട്ട് 0 ആവും. നമുക്കറിയാം ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്, 5 × I ആണ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്ലക്സ് ലോഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, സീരീസ് ഫീൽഡ് കൂടും, അതുപോലെ തന്നെ ഷണ്ട് ഫീൽഡും കൂടും. ഇതിന്റെ രണ്ടിന്റെ ചിലപ്പോൾ സമയത്ത് 0 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഒരു ടോർക്ക് നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ടോർക്ക് എന്ത് ചെയ്യൂല, പ്രൊഡ്യൂസ് ചെയ്യില്ല. അതാണ് തേർഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. മോട്ടോർ മേ നോട്ട് പ്രൊഡ്യൂസ് സഫിഷ്യന്റ് ടോർക്ക് ടു ദ മോട്ടോർ. അങ്ങനെ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നമില്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാന്നത്, ഷോർട്ട് സർക്യൂട്ട് സീരീസ് ഫീൽഡ് ഓഫ് ദ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് ദ പുട്ട് ഇൻ സീരീസ് ഫീൽഡ് ഇൻ ദ സർക്യൂട്ട് വെൻ ദ മോട്ടോർ ഈസ് റണ്ണിങ്. അതായത് ഒരു ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അതിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ലാബ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ സീരീസ് ഫീൽഡിനെ ഷോർട്ട് ചെയ്തിടും. സീരീസ് ഫീൽഡിന്റെ ഉപയോഗം ഉണ്ടാവില്ല. അതിന്റെ കണ്ടീഷൻ മാക്സിമം ലോഡ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്തതിന്റെ അതിന്റെ വോൾട്ടേജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിന്റെ ആക്ച്വൽ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സീരീസ് ഫീൽഡ് ജസ്റ്റ് ഓപ്പൺ ആക്കി കൊടുക്കും. സോറി, സീരീസ് ഫീൽഡിന്റെ കറക്റ്റ് അതിന്റെ ഷോർട്ട് ഒഴിവാക്കിയിട്ട് അതിലൂടെ കറണ്ട് പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ആണ് ഒരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്കറിയാം സാധാരണ രീതിയിൽ തന്നെ ടോർക്ക് VS/I ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ. നമുക്കറിയാം ഫസ്റ്റ് തന്നെ 5 ഏതാണ്, ഷണ്ട് ഫീൽഡിന്റെ മാത്രമല്ല. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ ലോഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ടോർക്ക് ഇങ്ങനെ കൂടി വന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സീരീസ് ഫീൽഡ് ഓൺ ആയി കഴിഞ്ഞാൽ 5-1 - 5-2 ആണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ 5 ഫ്ലക്സ് എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, ടോർക്ക് കോൺസ്റ്റന്റ് പിന്നെ താഴോട്ട് ഇങ്ങനെ വരൽ തുടങ്ങും. അപ്പൊ സീരീസ് ഫീൽഡ് ആദ്യം വന്നിട്ടില്ല, ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ലോഡ് കൂടുന്നതനുസരിച്ച് പിന്നെ നമ്മൾ സീരീസ് ഫീൽഡ് ഓപ്പൺ ആയി, അതിന്റെ സർക്യൂട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സീരീസ് ഫീൽഡിൽ കറണ്ട് പാസ് ചെയ്യുന്നേരം പിന്നെ ടോർക്ക് കൂടില്ല, ടോർക്ക് തന്നെ കുറഞ്ഞ് വരിക. അതാണ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിന്റെ ഒരു വരുന്നത് വെച്ചാൽ ഇതാണ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നോക്കാം, രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് നോക്കൂ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിലെ ഗ്രാഫിന്റെ ഷേപ്പ് നേരെ മുകളിലോട്ടാ പോകുന്നത് അല്ലെ, നേരെ മുകളിലോട്ടാ പോകുന്നത്. നോക്കൂ എന്തുകൊണ്ടാ കാരണം, നമ്മൾ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 5 ആണ്. നമ്മൾ ലോഡ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, 5-1 - 5-2 അല്ലേ. അപ്പൊ ലോഡ് കൂടുന്നതിന് എന്ത് ചെയ്യും, ടോട്ടൽ ഫ്ലക്സ് എന്താ ചെയ്യുന്നത്, കൊറിയ ചെയ്യുന്നത്. അപ്പൊ സ്പീഡ് എന്ത് ചെയ്യും, ഫ്ലക്സ് കൊറിയ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കുറയും നേരം ഫ്ലക്സ് എന്ത് ചെയ്യും, ടോട്ടൽ സ്പീഡ് എന്ത് ചെയ്യും, കൂടും. അപ്പൊ ലോഡ് കൂടുന്നതനുസരിച്ച് ആ ലോഡ് കൂടുന്നതനുസരിച്ച് സ്പീഡ് കൂടി വരുന്നുണ്ട്. ഇത് ഏതിൽ മാത്രം വരുന്ന, ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിൽ വരുന്ന ഒരു ഫിനോമിനയാണ്. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോറിന്റെ സ്പീഡ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നേരെ മുകളിലോട്ട് പോകുന്ന ഒരു ഗ്രാഫാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മൾ ചോദ്യം ചോദിച്ചത്. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്, ഇതിന്റെ ഷേപ്പ് ഒരു വ്യത്യസ്തമായതുകൊണ്ടാണ് എക്സാമിന് ചോദിച്ചതും. ഓക്കെ, ഇൻഡിക്കേറ്റ് ദ മോട്ടോർ സ്പീഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ലോഡ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ടോട്ടൽ ഫ്ലക്സ് ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസിംഗ് ലോഡ്. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞത്. ലോഡ് കൂടുന്നതനുസരിച്ച് ഫ്ലക്സ് കുറയുകയും ഫ്ലക്സ് കുറയുന്നതിന് സ്പീഡ് കൂടുകയും ചെയ്യുന്നുണ്ട്. അതാണ് സ്പീഡ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത് നോക്ക്, സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് സ്പീഡ് ടോർക്ക് ഇൻക്രീസസ് വിത്ത് മെഷീൻ റിസൾട്ടിംഗ് ദ ഓവർലോഡിംഗ് ഓഫ് ദ മെഷീൻ ഇനിഷ്യലി ദെർബൈ റീച്ചിങ് അൺസ്റ്റാബിൾ. നമ്മൾ ടോർക്ക് എന്ന് വെച്ചാൽ സ്പീഡ് ലോഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ സ്പീഡ് കൂടും. സ്പീഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ലോഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ ആർമേച്ചർ കറണ്ട് എടുക്കുന്നതിന് ടോർക്കും ഓൾറെഡി കൂടി, ഇങ്ങനെ സ്പീഡ് കൂടും ടോർക്ക് കൂടും, ഇങ്ങനെ ഒരു ഗ്രാഫ് അൺസ്റ്റാബിൾ ഗ്രാഫാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് DC മോട്ടോറിന് അതിന്റെ ഉപയോഗം വളരെ കുറവാണ്. അതിന്റെ വർക്കിംഗ് എന്നത് അൺസ്റ്റാബിൾ കണ്ടീഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഗ്രാഫിന്റെ ഷേപ്പ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഗ്രാഫിന്റെ ഷേപ്പാണ് നമ്മൾ എക്സാമിന് ചോദിച്ചത്. നമ്മൾ ഈ ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ച ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ്, ഇതുപോലത്തെ ഏതെങ്കിലും ഷേപ്പ് നമ്മൾ മുൻപത്തെ സീരീസ് ഷണ്ടിലോ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു മുകളിലോട്ട് പോകുന്ന ഒരു ഗ്രാഫ് നമ്മൾ ഏതെങ്കിലും മുൻ സീരീസ് അതുപോലെ തന്നെ ഷണ്ടിലോ സ്പീഡ് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്താന്ന് നമുക്ക് നോക്കാം. നോക്കൂ, a differentially compound DC motor has speed loader characteristics as same as that of series shunt cumulative. അല്ലല്ലോ, ഒന്നിനുമായിട്ട് ബന്ധമല്ല. നൺ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതെന്തുകൊണ്ടാണ്, ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട്. ഗ്രാഫിന്റെ ഷേപ്പ് മുകളിലോട്ടാണ്. അപ്പൊ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഡിഫറൻഷ്യലി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ടോട്ടലിന്റെ ഡിഫറൻറ്റ് ആയിരിക്കും. ഫ്ലക്സ് കുറയുന്നതനുസരിച്ച് സ്പീഡ് കൂടും, ഗ്രാഫ് മുകളിലോട്ട് വരാം. ബാക്കിയുള്ള കണ്ടീഷനിലൊക്കെ എന്ത് സ്പീഡ് ഇങ്ങനെ താഴോട്ട് കുറയുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ ക്ലിയർ അല്ല. ആൻസർ എന്താണ്, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഇൻ ഇലക്ട്രിക് ട്രാക്ഷൻ ഡാഷ് മോട്ടോർ ആർ ജനറലി യൂസ്ഡ്. സ്കിൽഡ് അസിസ്റ്റന്റ് 2015 ചോദിച്ച ചോദ്യമാണ്. ഡി സി സീരീസ് മോട്ടോർ, യൂണിവേഴ്സൽ ഷണ്ട്, കോമ്പൗണ്ട് മോട്ടോർ. അപ്പോൾ നമ്മൾ എന്താണ് അപ്ലിക്കേഷനിലേക്ക് കയറിയിട്ടുണ്ട് അല്ലെ. എന്തിന്റെ അപ്ലിക്കേഷന്? ഡി സി മോട്ടോറിന്റെ അപ്ലിക്കേഷൻ. അപ്പൊ പല മോട്ടോറുകൾ ഉണ്ട്, ഡി സി സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നിന്റെ അപ്ലിക്കേഷൻ നോക്കാം. ഫസ്റ്റ് പറയുന്നത് സീരീസ് മോട്ടോർ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്. സീരീസ് മോട്ടോറിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലാണ്, ഹൈ റേറ്റ് ഓഫ് ആക്സലറേഷൻ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ ട്രാക്ഷനിൽ, അതായത് ട്രെയിനിന്റെ എഞ്ചിൻ, ഹോയിസ്റ്റ്, നമ്മൾ ഹോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ലോഡിംഗ് ചെയ്യുന്ന ക്രെയിൻസ്, ഹെവി കൺസ്ട്രക്ഷൻ ട്രക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൂടുതൽ ലോഡ്, നമ്മളിപ്പോ ഇൻഡക്ഷൻ മോട്ടോർ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടിംഗ് ടൈമിൽ കൂടുതൽ ടോർക്ക് വേണ്ടി ലിഫ്റ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേ ഒരു കണ്ടീഷനിൽ നമ്മൾ ലോഡ് വിത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മോട്ടോറാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോട്ടോറാണ് എന്ന് പറയുന്നത് സീരീസ് മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, ഷണ്ട് നോക്കൂ. ഷണ്ടിന്റെ നമ്മൾ നേരത്തെ പഠിച്ചത് കോൺസ്റ്റന്റ് സ്പീഡാണ്. അപ്പൊ കോൺസ്റ്റന്റ് സ്പീഡ് വരിക മെഷീൻ ടൂൾ, നമ്മൾ ടൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന നേരം കോൺസ്റ്റന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാം. വുഡ് പ്ലെയിനർ, മരം ചിപ്പിൽ അടിക്കാന്നൊക്കെ സ്മൂത്ത് ആക്കുന്നത്. സർക്കുലർ സോസ്, നമ്മൾ റൗണ്ടിലുള്ള വാളുകൾ അതൊക്കെ വരുന്ന നേരം അതിന് ഉപയോഗിക്കുന്നത്. ഗ്രൈൻഡേഴ്സിൽ പോളിഷേഴ്സ്, പ്രിന്റിംഗ് പ്രോസസ്, ബ്ലോവർ ആൻഡ് മോട്ടോർ ജനറേറ്റർ. ഓക്കെ, അങ്ങനത്തൊക്കെ വരുന്നത് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ബ്ലോവേഴ്സ്, മോട്ടോർ ജനറേറ്റർ, അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ സെറ്റിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ എന്താണ് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ ഉപയോഗിക്കുന്നത്. അതായത് കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഷണ്ട് മോട്ടോറാണ്. അപ്പൊ സാധാരണ പ്രിന്റിംഗ് പ്രസ്, വുഡ് പ്ലെയിൻ അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ വരാറുള്ളത്. ഇതാണ് ഷണ്ട് മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. അതായത് ക്യുമുലേറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട് മോട്ടോർ to drive the machine that required relatively constant speed under varying load. Constant speed under varying load കണ്ടീഷനിൽ കോൺസ്റ്റന്റ് സ്പീഡ് വേണ്ട ആവശ്യമുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോമ്പൗണ്ട് മോട്ടോർ, അതായത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് ഉപയോഗിക്കുന്നത്? റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് സ്പീഡ് അണ്ടർ വേരിയിങ് ലോഡ്, അതാണ് ഇമ്പോർട്ടന്റ്. അതായത് പ്രസ് ചെയ്യുന്ന ഷിയേഴ്സ്, നമ്മൾ പ്രഷർ കൊടുക്കുന്ന കംപ്രസേഴ്സ്, റെസിപ്രോക്കറ്റിംഗ് ടൂൾസ്, സ്റ്റീൽ റോളിംഗ് മെഷീൻസ് ആൻഡ് എലിവേറ്റർ, ഇവിടെയൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സാധാരണ രീതിയിൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറാണ്. ഇതൊരു എക്സാമ്പിളൊക്കെ ഓരോ ബുക്ക് റെഫറൻസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഓപ്ഷനൊക്കെ ചെയ്യും ഒരു പിന്നെ എക്സാമിന് ഇതിൽ ഏതെങ്കിലും കുറച്ച് ഓപ്ഷൻസ് എടുത്താക്കി എക്സാമിന് ചോദിക്കുക. അപ്പൊ നമ്മൾ ഓരോ ബുക്ക് വെച്ചിട്ട് പഠിക്കാം. നിമ്മിയുടെ ITI ആണെങ്കിൽ നിമ്മി ബുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ബുക്ക് വെച്ച് നോക്കിയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിളാണ്. അങ്ങനെയാണ് എക്സാമ്പിൾ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ അപ്ലിക്കേഷൻ ഓഫ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് നമ്മൾ പറയുന്നത് കോൺസ്റ്റന്റ് സ്പീഡ് അണ്ടർ വേരിയിങ് ലോഡിലാണ് പറയുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ടിൽ നമ്മൾ പറയുന്നത് മോട്ടർ ഇസ് നോട്ട് കോമൺ യൂസ് ഡ്യൂ ടു അൺസ്റ്റാബിൾ ബി. ഇതിന്റെ സ്വഭാവം വളരെ ശരിയല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അത് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ആപ്ലിക്കേഷനായിട്ട് ഞാൻ നോക്കിയാലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയില്ല, ഞാൻ ബുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ട്രാക്ഷനിൽ നമ്മൾ ഓപ്ഷൻ നോക്കുക. ട്രാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സീരീസ് മോട്ടോർ ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സൽ ഷണ്ട് കോമ്പൗണ്ട് ട്രാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ട്രാക്ഷനിൽ സീരീസ് മോട്ടോർ ഉപയോഗിക്കുന്നത്. അപ്പൊ ആപ്ലിക്കേഷനും അതിന്റെ ഓരോ ആപ്ലിക്കേഷൻ അതിനനുസരിച്ചുള്ള മോട്ടോറിന്റെ പേര് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ബാക്ക് EMF ഓഫ് എ DC മോട്ടോർ വാനിഷസ് സഡൻലി? അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD 2014 ചോദിച്ച ചോദ്യമാണ്. മോട്ടോർ വിൽ സ്റ്റോപ്പ്, മോട്ടോർ വിൽ കണ്ടിന്യൂ ടു റൺ, ദ ആർമേച്ചർ മേ ബേൺ, ദ മോട്ടോർ വിൽ ബി റൺ നോയ്സി. എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മോട്ടോർ റൺ ചെയ്ത് ബാക്ക് EMF ആയിട്ട് വാനിഷ് ചെയ്ത് പോയി. ബാക്ക് EMF എന്ന് വാനിഷ് ചെയ്യാൻ കാരണം എന്താ? നമുക്ക് ബാക്ക് EMFന്റെ ഇക്വേഷൻ നോക്കൂ. EB = 5Zn/16 PB. ഇത് വാനിഷ് PN Z ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ റൺ ചെയ്യുന്ന ദിശയിൽ വാനിഷ് ചെയ്യാൻ കാരണം ഇത് 0 ആണ് അല്ലെ. ന്യൂമറേറ്റർ ഏതെങ്കിലും ഒന്ന് 0 ആണ്. അതിന് ചാൻസ് ഉള്ള ഏതാണ്? ഫ്ലക്സ് ആണ് ചാൻസ്. ഫ്ലക്സ് 0 ആകുക എന്ന് പറഞ്ഞാൽ ഫ്ലക്സിലൂടെയുള്ള കറണ്ട് കട്ടായി പോവുക അല്ലെ. ഫ്ലക്സ് ഫീൽഡ് വൈൻഡിങ് കട്ടായി പോവുക, അതാണ് മെയിൻ ഇമ്പോർട്ടന്റ്. ദ ഓൺലി വേ ടു ബാക്ക് EMF motor that will still running turning to vanish would be the magnetic field suddenly go to the magnetic field 0 അതിന് കണ്ടീഷൻ എന്താ പറയുക? ഒന്നെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് നമ്മൾ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. നമ്മൾ റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഫീൽഡ് ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ ഫീൽഡ് ബൗണ്ടിങ് ഫീൽഡ് വൈനിങ് ഡിസ്കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫീൽഡ് വൈനിങ് കട്ടായി പോകുക. രണ്ട് കണ്ടീഷൻ ഉള്ളത്. EB 0 ആകാൻ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇ ബി സീറോ ആകാനുള്ള മെയിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് സീറോ ആകുക. അത് മാത്രമാണ് മെയിൻ ആയിട്ടുള്ള പോസിബിൾ. ഈ ഫ്ലക്സ് സീറോ ആകാനുള്ള കണ്ടീഷൻ ഒന്നെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ ആ ഫീൽഡ് വൈൻഡിങ്ങിന്റെ വയർ കട്ടായി പോവുക. രണ്ട് കണ്ടീഷനാണ് വരാനുള്ളത്. ഇൻ ദാറ്റ് കേസ് കറണ്ട് ത്രൂ ദ ആർമേച്ചർ വിൽ ഗോ ദ മാക്സിമം വാല്യൂ സെയിം ആസ് ഇഫ് ദാറ്റ് മോട്ടർ സ്റ്റാൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക്ഡ് റോട്ടർ എന്നൊക്കെ പറയും. കറണ്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് റോട്ടർ ചെയ്യുക, അതായത് കറണ്ട് റോട്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യാതിരിക്കുക. അപ്പോഴാണ് സ്റ്റാൾഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്റ്റാളിംഗ് കണ്ടീഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ മോട്ടോർ ദ മൈറ്റ് ഗോസ് ഓവർ ഹീറ്റ് ആൻഡ് സെൽഫ് ഡിസ്ട്രക്ട് ഓർ ഇറ്റ് കുഡ് ബി ജസ്റ്റ് ഗെറ്റ് റിയലി ഹോട്ട് എന്ന് പറഞ്ഞാൽ നോക്കൂ, വി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ, ഇ ബി ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ, ഐ ഈക്വൽ വി മൈനസ് ഇ ബി ഐ ആർ. ഇതൊരു ഇക്വേഷൻ ആണ്. ഈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർമേച്ചർ കറണ്ട് ആണ്. വി മൈനസ് ഇ എന്ന ഇ ബി എന്നത് സീറോ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സംഭവിക്കാൻ നോക്കും, വി ഇ ബി വാനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 220 ആണ് നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ്, ആർമേച്ചർ കറണ്ട് 0.5 ഒക്കെ വരിക. അതായത് 440 ആംപിയർ കറണ്ട് ഒക്കെ എന്ത് ചെയ്യും, എതിലൂടെ പാസ് ചെയ്യും, ഈ മോട്ടറിലൂടെ ആയിട്ട് പാസ് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ എന്താ സംഭവിക്കുക, മോട്ടർ എന്ത് ചെയ്യും, ബേൺ ചെയ്യൂലേ, ബേൺ ചെയ്യാലും ചെയ്യാം. 440 ആംപിയറിനൊക്കെ എത്ര സാധാ 5-6 ആംപിയറിൽ വർക്ക് ചെയ്യുന്ന മോട്ടറിലൂടെ എത്ര ആംപിയർ കറണ്ടാ പാസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇങ്ങനെ വാനിഷ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, ബേൺ ചെയ്യാൻ. അപ്പൊ പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ അപ്പൊ മോട്ടോർ ഓഫ് ആകും. പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ബേൺ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ ഫീൽഡ് കട്ടാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. വാനിഷ് എന്ന് പറഞ്ഞത് ചോദിക്കാം, അതുപോലെ തന്നെ ഇവിടെ വാനിഷ് എന്നാ പറഞ്ഞ ചോദിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാം, ഫീൽഡ് കട്ടായി പോയി എന്ന് പറയാം, അല്ലെങ്കിൽ സീരീസ് അല്ലെങ്കിൽ മറ്റേ ഫീൽഡ് കട്ടായി പോയി എന്ന് പറയാം. കട്ടായി പോകുന്നവരൊക്കെ സംഭവിക്കുന്ന എന്താണ്, സീരീസ് ഫീൽഡിന്റെ നമ്മൾ പറയും ബാക്ക് എം എഫ് കട്ടാവുമ്പോൾ ഇങ്ങനെയാണ്. സീരീസ് ഫീൽഡിൽ വരുന്നവരും ഷണ്ട് ഫീൽഡിൽ വരുന്നവരും രണ്ട് കണ്ടീഷനിലാണ് വരിക. ഏത്, ഫ്ലക്സ് കട്ടാവുമ്പോൾ. അത് നമുക്ക് അടുത്ത പിന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബാക്ക് എം എഫ് കട്ടാവുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് എന്താ സംഭവിക്കുക, ആർമേച്ചർ മേ ബേൺ എന്നാ പറയുന്നത്. ആർമേച്ചർ മേ ബേൺ എന്നാ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 10ാമത്തെ പോയിന്റ് നോക്കാം. ദ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ഇൻ എ ഡി സി മോട്ടോർ ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് 2014 ഓക്കെ, ഒരു മാക്സിമം പവർ ഡി സി മോട്ടോറിൽ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ, അപ്ലൈഡ് വോൾട്ടേജ് ബാക്ക് ഇ എം എഫ് ഹാഫ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്, ബാക്ക് ഇ എം എഫ് 2 ടൈംസ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്, ബാക്ക് ഇ എം എഫ് 3 ടൈംസ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. നമുക്ക് അതിന്റെ ഡിസ്കഷനിലേക്ക് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. എന്താണ് പറയുന്നത്, ബാക്ക് വി ഇസിക്കൽ എന്താണ്, വി ഇസിക്കൽ ഇ ബി പ്ലസ് ഐ എ ആർ എ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇതില് ഇ ബി ഇസിക്കൽ ടു വി ഇക്വൽ ടു ഇ ബി പ്ലസ് ഐ ആർ എ. നമ്മൾ എല്ലാ സ്ഥലത്തും ഐ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ, ഈ ഒരു ഡെറിവേഷൻ ജസ്റ്റ് നോക്കി നോക്കും. ഐ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോബ്ലം വരുന്നേരം അതൊക്കെ ഉപയോഗപ്പെടും. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലൈ വി ഇൻറ്റു ഐ എ, നമുക്കറിയാം ഇ ബി ഇൻറ്റു ഐ ആണ് എന്ത്, ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഇ ബി ഇൻറ്റു ഐ എ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ടോർക്ക് ഡെവലപ്ഡ് എന്നുള്ള ഇക്വേഷനെ മാറ്റി കഴിഞ്ഞാൽ ഇ ബി ഐ എ ഇസിക്കൽ ടു ബി ഐ എ മൈനസ് ഐ എ ആർ സ്കോർ. ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അത് പി എം ഇസിക്കൽ ടു ബി ഇൻറ്റു ഐ എ ആർ സ്കോർ എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കണ്ടീഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കണ്ടീഷൻ എന്തായിരിക്കും, സ്ലോപ്പ് സീറോ ആയിരിക്കും എന്നാണ് നമ്മൾ പണ്ടൊക്കെ പഠിച്ചത്, പ്ലസ് ടു വരെയൊക്കെ പഠിച്ചത്. മാക്സിമം കണ്ടീഷനിൽ സ്ലോപ്പ് സീറോ ആയിരിക്കും. സ്ലോപ്പ് സീറോ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഒരു ഇക്വേഷൻ നമ്മൾ പറയുന്നത്, അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യുക, അതിന്റെ ഡിഫറൻഷിയേഷൻ ഓഫ് ദാറ്റ് ഇക്വേഷൻ വിൽ ബി ഇക്വേറ്റിംഗ് ടു ദ സീറോ. അങ്ങനെ ചെയ്യുന്നവരാണ് ഡി പി എം ബൈ ഡി ഐ എ. നമ്മളിങ്ങനെ ഇക്വേഷൻ ഡിഫറൻഷിയേഷൻ ഒക്കെ ചെയ്ത് ഐ എ ഇൻറ്റു ആർ ഈക്വൽ ടു ബി ബൈ 2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ അവസാനം കിട്ടുന്നതാണ് ഇ ബി ഇസിക്കൽ ബി ബൈ 2 എന്നത് ഇക്വേഷനിലേക്ക് നമ്മൾ മാറും. ഓക്കെ, ഐ എ ആർ ഇസിക്കൽ ബി ബൈ 2 എന്നാണ് കിട്ടുക. ഐ എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐ എ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ എന്താണ് ഐ ആർ എ. ഓക്കെ, അപ്പം നമ്മൾ ഐ ആർ എന്ന് പറഞ്ഞാൽ വി ബൈ 2 എന്ന് നമുക്ക് കിട്ടി. നമ്മൾ ഐ ആർ ഐ വി ബൈ 2 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുന്നത്, നമ്മൾ മെല്ലെ ഈ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇ ബി പ്ലസ് വി ബൈ 2 കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഇ ബി ഇസിക്കൽ ടു വി, ഇവിടെ വി ഉണ്ട്, ഇവിടെ ഒരു വി ബൈ 2 ഉണ്ടാവില്ലേ ഐ ആറിന്റെ വാല്യൂ. അപ്പൊ അങ്ങോട്ട് വരുമ്പോൾ വി ബൈ 2. അപ്പൊ ഇ ബി ഇസിക്കൽ വി ബൈ 2. മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് കിട്ടുക, ബാക്ക് ഇ എം എഫ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ അപ്ലൈ വോൾട്ടേജ്. ഓക്കെ, ബാക്ക് ഇ എം എഫ് എന്ന അപ്ലൈ വോൾട്ടേജിന്റെ പകുതി ആകുമ്പോൾ, നമ്മൾ അപ്ലൈ വോൾട്ട് 220 ആണെങ്കിൽ ബാക്ക് ഇ എം എഫ് 110 വോൾട്ട് ആകുമ്പോഴാണ് അതിന്റെ മാക്സിമം എഫിഷ്യൻസി കിട്ടുക. ഇത് തിയറിറ്റിക്കലി ആണ്, ഇത് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ ഒരു ബാക്ക് എം എഫ് ഇത്രയും വോൾട്ടേജ് നമ്മൾ 220 കൊടുത്ത് 110 വോൾട്ടേജ് എന്ത് ചെയ്യുന്നുള്ളൂ, ബാക്ക് എം എഫ് ആയി കിട്ടുന്നു. ബാക്കിയുള്ള 110 വോൾട്ടേജ് എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ആയി പോവുക എന്ന് വെച്ചാൽ ലോസ് ആണ് അല്ലെ. ലോസ് ആയി പോകുന്ന പറഞ്ഞാൽ എന്താണ്, മെഷീന്റെ എഫിഷ്യൻസി എന്താണ്, കുറയ്ക്കുക ചെയ്യുന്നത് അല്ലെ.
ലോസ് ആയി പോകുന്ന നമ്മൾ കൊടുക്കുന്നതിന്റെ അത്ര ഔട്ട്പുട്ട് കിട്ടുന്നത് അത് കുറയ്ക്കുക, എഫിഷ്യൻസി എന്താ കുറയുന്നത്. പക്ഷെ മാക്സിമം എന്താ കിട്ടുന്നത്, നമുക്ക് മാക്സിമം പവർ കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ നമ്മൾ പറയുന്നത് മാക്സിമം പവർ ആണ് കണ്ടത്. നേരത്തെ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, മാക്സിമം എഫിഷ്യൻസി അല്ല കേട്ടോ, ഇവിടെ ഇത് തെറ്റാണ്. മാക്സിമം പവർ കിട്ടുക എപ്പോഴാണ്, ഡി സി മോട്ടറിന് എപ്പോഴാണ് കിട്ടുക, ബാക്ക് EMF ഫിസിക്കൽ ടു ഹാഫ് ഓഫ് ദ അപ്ലൈ വോൾട്ടേജ് ആണ് വരിക. അങ്ങനെ വരുന്ന നേരം ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ദ ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ബൈ മോട്ടർ മാക്സിമം വെൻ ബാക്ക് EMF ഫിസിക്കൽ ടു ദ ഹാഫ് ഓഫ് ദ അപ്ലൈ വോൾട്ടേജ്. പല എക്സാമിനും ചോദിക്കാറുണ്ട്, എല്ലാ ആയാലും സബ് എഞ്ചിനീയർ ആണെങ്കിലും ഏതൊരു എക്സാമുകൾ ഇപ്പൊ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വരികയാണ് ഏതാണെങ്കിലും നിങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഇത് പറയുന്നത്. ദിസ് എ കണ്ടീഷൻ അവർ നോട്ട് റിലൈസ്ഡ് ഇൻ പ്രാക്ടിക്കൽ ബിക്കോസ് ഇൻ ദാറ്റ് കേസ് കറണ്ട് വുഡ് ബി മച്ച് ബിയോണ്ട് ദ നോർമൽ കറണ്ട് ഓഫ് ദ. നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബിയോണ്ട് നമ്മൾ നോർമൽ കറണ്ടിലേക്ക് കൂടുന്നു പറയും. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, മാക്സിമം പവർ കിട്ടിയെങ്കിൽ അത് എന്താ ചെയ്യുക, അതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും, 50% താഴെ. കാരണം എന്ത് ചെയ്യുന്നു, ആ ബാക്കി ഈ പകുതി വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് അതർ ലോസ് ആയിട്ട് മാറുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ലല്ലോ. ഒരു മോട്ടോറിന്റെ പകുതി വോൾട്ടേജ് കൊടുക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആക്കിയിട്ട് നമ്മൾ മാക്സിമം പവർ കിട്ടുന്ന നമ്മൾ കണ്ടിട്ട് ഒരിക്കലും നോക്കില്ല. അതിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, വളരെ കുറവാകും. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒരു ഡി സി മോട്ടോറിന്റെ മാക്സിമം പവർ കിട്ടുന്ന എപ്പോഴാണ്, അതിന്റെ ബാക്ക് EMF എന്താണ്, ഹാഫ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ആകുന്നവരാണ് ബാക്ക് EMF മാക്സിമം പവർ കിട്ടുക. പക്ഷെ ആ സമയത്ത് എഫിഷ്യൻസി 50%-ക്കും കുറവായിരിക്കും. അതാണ് അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ തിയറി പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസോട് കൂടി നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് കൂട്ടുന്നതിന് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ ഇനിയും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ.